ഓക്കെ, ഫ്രാക്ഷന്റെ ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷനും ഓഫും ഏകദേശം മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. മൾട്ടിപ്ലിക്കേഷൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അതിൽ വരുന്ന കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണ്. അതൊരു കാര്യം ചെയ്യാം, എക്സാം ആവാനാവുന്ന സമയത്ത് നമുക്ക് വേർഡ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേഗം പോർഷൻസ് അങ്ങ് തീർത്തിട്ട് പോവാം. ഏകദേശം കൺസെപ്റ്റ് മാത്രം പറഞ്ഞിട്ട് വേഗം പോർഷൻസ് തീർക്കാം. ബാക്കിയുള്ള ടൈമിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഡിവിഷൻ തുടങ്ങാം. ഡിവിഷൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ റെസിപ്രോക്കൽ എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോ റെസിപ്രോക്കൽ? RECIPROCAL, റെസിപ്രോക്കൽ അറിയോ? ഇല്ല, കേട്ടിട്ടേ ഇല്ല. ഞങ്ങൾക്ക് പണ്ട് പഠിപ്പിക്കുന്ന സാറ്, ഞങ്ങൾ 7ാം ക്ലാസ്സിലെ ഈ റെസിപ്രോക്കൽ പഠിച്ചേ. അപ്പോ ആ പഠിപ്പിക്കുമ്പോ സാറ് പറഞ്ഞു തന്നത് റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഉൾട്ട. ഉൾട്ട മീൻസ് നേരെ ഓപ്പോസിറ്റ്. അതായത് ഇപ്പൊ 1/5 അല്ലെങ്കിൽ 2/5 എന്നുള്ളതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? 5/2. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാല് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കി എഴുതുക, ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആക്കി എഴുതുക. അതാണ് റെസിപ്രോക്കൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഉൾട്ട. ഉൾട്ട മീൻസ് ജസ്റ്റ് റിവേഴ്സ് എഴുതാം. 2/5 എന്നുള്ളതിന് 5/2, 3/10 എന്നുള്ളതിന് 10/3. അതാണ് റെസിപ്രോക്കൽ. മനസ്സിലായോ? ഓക്കെ, അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. The non-zero numbers whose product with each other is 1 are called reciprocals of each other. അപ്പൊ ഈ റെസിപ്രോക്കൽസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് രണ്ടും, ആ ഫ്രാക്ഷനും അല്ലെങ്കിൽ ആ നമ്പറും അതിന്റെ റെസിപ്രോക്കലും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും 1 ആയിരിക്കും. അത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പോ 1/5 ഒരു ഫ്രാക്ഷൻ, അതിന്റെ റെസിപ്രോക്കൽ 5/1 അല്ലെ? 1/5ന്റെ റെസിപ്രോക്കൽ ആണ് 5/1. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ 5ഉം ക്യാൻസൽ ആവും, ഈ 5ഉം ക്യാൻസൽ ആവും, ഈ 1ഉം ക്യാൻസൽ ആവും, ഈ 1ഉം ക്യാൻസൽ ആവും. അപ്പൊ റിസൾട്ടിൽ എന്ത് വരും? 1/1. 1/1 എന്ന് പറഞ്ഞാല് 1. That means the product of a number or a fraction and its reciprocal is always 1. ഒരു നമ്പർ, അതൊരു നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം 7 എന്ന് പറയുന്ന ഒരു നമ്പർ, 7ന്റെ ശരിക്കുള്ള മീനിങ് ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതിയാൽ 7/1 ആണ്. അതറിയോ? 7/1നെയാണ് നമ്മൾ 7 എഴുതുന്നത്, അല്ലെങ്കിൽ 7 into 1നെയാണ് 7 എഴുതുന്നത്. 7 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 7/1 എന്നും എഴുതാം, 7 into 1 എന്നും എഴുതാം. അതിന്റെ വാല്യൂല് മാറ്റം ഉണ്ടാവില്ല. കാരണം 1നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ. അപ്പോ 7 എന്ന് പറയുന്ന നമ്പറെ നമുക്ക് 7/1 എഴുതാം. അപ്പൊ 7ന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 7ന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 7 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 7/1 എഴുതാം, ഒരു ഫ്രാക്ഷൻ പോലെ എഴുതാം. അപ്പൊ 7 എന്ന് പറയുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? എന്തായിരിക്കും ഷോണെ? 1/7. അതായത് ഏതൊരു നമ്പറിന്റെയും, ഏതൊരു ഹോൾ നമ്പർ ആവട്ടെ ഇന്റിജർ ആവട്ടെ, ഏതൊരു നമ്പറിന്റെയും റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാല് 1/that number. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 7 7 ക്യാൻസൽ ആയി പോയി, 1/1 that is equal to 1. അപ്പൊ ഒരു നമ്പറിന്റെയും അതിന്റെ റെസിപ്രോക്കലിന്റെയും പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, then two fractions are said to be reciprocal of each other if their product is 1. അതിപ്പോ നമ്മൾ പറഞ്ഞ തന്നെ. Next, reciprocal of 0 does not exist because division by 0 is not possible. Reciprocal ഇല്ലാത്ത ഒരേ ഒരു നമ്പർ ആണ് 0. എന്തുകൊണ്ടാ? 0 എന്ന് പറയുന്നത് 0/1. അതിന്റെ ആൻസർ 0 അല്ലേ? 0നെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 തന്നെയായിരിക്കും ആൻസർ. അപ്പൊ 0ന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1/0.
അല്ലേ? 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മീനിങ്ലെസ് ആണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. വി കനോട്ട് ഡിവൈഡ് എനി നമ്പർ ബൈ 0. 0നെ കൊണ്ട് നമുക്ക് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2/0, 1/0, 3/0, 5/0, 10/0. That is all. These all are meaningless. 0 കൊണ്ട് നമുക്ക് ഒന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 0 എന്ന് പറയുന്ന നമ്പറിന് റെസിപ്രോക്കൽ ഇല്ല. നോർമലി നമ്മളിപ്പോ പറഞ്ഞ പോലെയാണെങ്കിൽ 0ന്റെ റെസിപ്രോക്കൽ 1/0 ആണ് വേണ്ടത്, അല്ലെ? 1/0 ആണ് വേണ്ടത്. ബട്ട് 0നെ കൊണ്ട് നമുക്ക് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 0ന്റെ റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ reciprocal of 0 does not exist because division by 0 is not possible. 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 0ന് റെസിപ്രോക്കൽ ഇല്ല. നെക്സ്റ്റ്, reciprocal of a proper fraction is an improper fraction and reciprocal of an improper fraction is a proper fraction. അതെന്തെങ്കിലും മനസ്സിലായോ? ആ നാലാമത്തെ പോയിന്റ് നോക്കിയേ, പേജ് നമ്പർ 37. പേജ് നമ്പർ 37 ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസിന്റെ താഴെ റെസിപ്രോക്കൽ എന്നുള്ള ഹെഡിങ്ങില് നാലാമത്തെ പോയിന്റ്, reciprocal of a proper fraction is an improper fraction and reciprocal of an improper fraction is a proper fraction. കുറെ ഫ്രാക്ഷനും കാണുന്നുണ്ട്, കുറെ ഇംപ്രോപ്പറും കുറെ പ്രോപ്പറും റെസിപ്രോക്കലും ഒക്കെ കാണുന്നുണ്ട്. മനസ്സിലായോ? ആൻമരയ്ക്ക് മനസ്സിലായോ? ഇല്ല, ദിയക്കും മനസ്സിലായില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 7/10, ഇതാണ് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, ഇതിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 10/7. 10/7. ഈ 10/7 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? അതായത് ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. പ്രോപ്പർ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി നേരെ മറിച്ച് 13/5 ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, അല്ലേ? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആയതുകൊണ്ട് ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 5/13. 5/13 is a proper fraction. അല്ലേ? 5/13 പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? അപ്പോ ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. പ്രോപ്പർ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ പ്രോപ്പർ ഫ്രാക്ഷനും ആയിരിക്കും. അതാണ് ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ലേ? അപ്പൊ റെസിപ്രോക്കൽ എന്ന കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടറിയോ? ഡിവിഷൻ എന്ന് പറയുന്നത്, ഫ്രാക്ഷന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്സ് റെസിപ്രോക്കൽ. ഫ്രാക്ഷന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു നമ്പറിനെ അതിന്റെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യാം. ഓക്കെ, ഡിവിഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ. ഇതിൽ 3 രീതിയിലുള്ള ഡിവിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഡിവിഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ, പിന്നൊന്ന് ഡിവിഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ എ നാച്ചുറൽ നമ്പർ, പിന്നൊന്ന് ഡിവിഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ അനദർ ഫ്രാക്ഷൻ. 3 രീതിയിലുള്ള ഡിവിഷൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ. ഹോൾ നമ്പർ എന്ന് വെച്ചാൽ എന്താ? What is the difference between whole number, integers and natural numbers? അറിയോ? whole number, integer, natural number. മൂന്നെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? ദിയ? ഇന്റിജേഴ്സ് എന്താണെന്ന് അറിയാം,
അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ അടിക്കും. എന്താ ഇന്റിജേഴ്സ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്റിജേഴ്സ്. എന്താ ഇന്റിജേഴ്സ് എന്ന് വെച്ചാല്? എന്താ ഇന്റിജേഴ്സ് എന്ന് വെച്ചാല്? എന്താ ഷാണ് ഇന്റിജേഴ്സ്? പറഞ്ഞോ. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും സീറോയും കൂടി കൂടിയ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാണെങ്കിൽ 1, 2, 3, 4, 5, 6, etc. 0, 1, 2, 3, 4, 5, 6, etc. -3, -2, -1, 0, 1, 2, 3, etc. ഇത് മൂന്നുമാണ് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്. ആദ്യത്തേതാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് ഹോൾ നമ്പേഴ്സ്. ഇനി ലാസ്റ്റ് വൺ ആണ് ഇന്റിജേഴ്സ്. മനസ്സിലായോ എന്താ ഡിഫറൻസ് എന്ന്? എന്താ ഡിഫറൻസ്? നാച്ചുറൽ നമ്പേഴ്സ് ആർ നോർമൽ കൗണ്ടിങ് നമ്പേഴ്സ്. നമ്മള് 1 മുതലാണ് കൗണ്ട് ചെയ്യുന്നത് അല്ലെ? 0 മുതൽ നമ്മൾ ഒരിക്കലും നമ്പേഴ്സ് പറയില്ല. 1, 2, 3, 4, 5, 6 നമ്മൾ നമ്പർ പറയുള്ളൂ. ഇപ്പൊ ഒരു സാധനം, ഒരു ഒബ്ജക്റ്റിനെ എണ്ണുന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസ്സിലെ കുട്ടികളെ എണ്ണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും 0 മുതൽ സ്റ്റാർട്ട് ചെയ്യില്ല അല്ലെ? 1, 2, 3, 4, 5, 6 മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോ all counting numbers are called natural numbers. നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ചാല് കൗണ്ടിങ് നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. നാച്ചുറൽ നമ്പേഴ്സ് along with 0 is called എന്ത്? ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ചാല് നാച്ചുറൽ നമ്പേഴ്സ് along with 0. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടി 0 കൂടി ആഡ് ചെയ്താല് ഹോൾ നമ്പേഴ്സ് ആയി. ഓക്കെ, ഇനി ഈ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ ജസ്റ്റ് അഡിറ്റീവ് ഇൻവേഴ്സ്, അതായത് മൈനസ് നമ്പേഴ്സും കൂടി, നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഇതിനു കൂടെ ആഡ് ചെയ്താല് അതിനെ ഇന്റിജേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താ? ഡിവിഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ. ഹോൾ നമ്പറിനെ നമുക്ക് ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹോൾ നമ്പർ ഒരു 10 ആയിക്കോട്ടെ. 10 ഡിവൈഡഡ് ബൈ 5 ബൈ 7. 10 ഡിവൈഡഡ് ബൈ 5 ബൈ 7. ഇതിപ്പോ നമ്മൾ എങ്ങനെ ചെയ്യണ്ടേ? 10 ഡിവൈഡഡ് ബൈ 5 ബൈ 7. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ഡിവിഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവിഷൻ നമ്മൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യില്ല. ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 into 7 by 5. 7 by 5. ഇവിടെ 10നെയും 5നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? 5ല് 5 1 times, 10ല് 5 2 times. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 2 into 7 14. സിമ്പിൾ ആണ് ഫ്രാക്ഷന്റെ ഡിവിഷൻ ചെയ്യാൻ. ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. എന്താ ചെയ്യണ്ടേ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
എങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വന്നാലും അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ തരമായിട്ട് പഠിച്ചാല് ഡിവിഷനും ഈസി ആവും. അതല്ലെങ്കിലും എല്ലാ നമ്പേഴ്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സാധാരണ നോർമൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയുമെങ്കിൽ ഡിവിഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ? അതേപോലെ തന്നെയാണ് ഫ്രാക്ഷന്റെ കേസിലും വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യായിരിക്കും. യെസ് മിസ് 10ന്റെയും 5ന്റെയും സ്ഥാനത്ത് വേറെ ഏതെങ്കിലും നമ്പർ വന്നിട്ടുണ്ടെങ്കിലോ ആ നമ്പറിന് തന്നെ മൾട്ടിപ്പിൾ വന്നിട്ട് ഇല്ലെങ്കിലോ? ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ വന്നിട്ടില്ലെങ്കിൽ 10നെയും 7നെയും ഇപ്പോ 8 ഡിവൈഡഡ് ബൈ 5/7 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണ്ടേ? 8 into 7/5 അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് ഒന്നും ഡിവൈഡ് ചെയ്യാനില്ല, ക്യാൻസൽ ചെയ്ത് കളയാനൊന്നുമില്ല. അപ്പൊ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 7 56 ഡിവൈഡഡ് ബൈ 5. ഇനി എന്ത് ചെയ്യാ? നോർമൽ ആയിട്ട് എന്ത് ചെയ്യണം? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോ 11 1/5 എന്ന് കിട്ടും. ഓക്കെ, 56നെ 5 കൊണ്ട് ഡിവൈഡ് 56നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 കിട്ടും. റിമൈൻഡർ 1 കിട്ടും. അപ്പൊ 11 1/5 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. മൾട്ടിപ്ലിക്കേഷൻ നല്ല ഈസിയാണ്. ഇപ്പൊ ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോൾ നമ്പറിനെ അതിന്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാം. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രാക്ഷനിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. അത്രയും ഈസി ആയതുകൊണ്ട് തന്നെ ഡിവിഷനും ഈസിയാണ്. അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും അത്ര കോംപ്ലിക്കേഷൻ ഒന്നും ഇതില്ല. കാരണം അതിൽ LCM കാണണം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം അല്ലെ? ഒരുപാട് വർക്ക് വരുന്നുണ്ട്. ഇതിൽ അതൊന്നും ഇല്ല. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഒരു ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് ആ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എക്സാമ്പിൾ 30, പേജ് നമ്പർ 37. Divide the following. A 7/14/15. 7നെ 14/15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? 7 divided by 14/50, that is equal to 7 into അതിന്റെ റെസിപ്രോക്കൽ 14/15 റെസിപ്രോക്കൽ 15/14. 15/14 that is equal to 7നെ 14നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 7 14ൽ 2 ടൈംസ് പോകും. അപ്പൊ 7 അവിടെ പോയി, 14ൽ 7 2 ടൈംസ് പോയി. അപ്പൊ ബാക്കിയുള്ളത് 15/2. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. അപ്പൊ ആ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാൽ 7 1/2 എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തത് 10 by 33 1/3. 33 1/3 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ? 33 1/3 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദിസ് മിക്സഡ് ഫ്രാക്ഷൻ ഇൻടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഈ മിക്സഡ് ഫ്രാക്ഷൻ ആദ്യം എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും, അഡീഷൻ ആവട്ടെ, സബ്ട്രാക്ഷൻ ആവട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആവട്ടെ, ഡിവിഷൻ ആവട്ടെ, ഫ്രാക്ഷന്റെ ഈ 4 ഓപ്പറേഷൻസിലും മിക്സഡ് ഫ്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു കൺവേർട്ട് ദിസ് മിക്സഡ് ഫ്രാക്ഷൻ ഇൻടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ 33 1/3 ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ 33 into 3 99, 99 plus 1 100, 100/3 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? 33 1/3 മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 33 into 3 whole number into denominator plus numerator 99 plus 1 100/3. അപ്പൊ എന്താ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ചേഞ്ച് ആയി? 10 divided by 33 1/3 is equal to 10 divided by 100/3. 10 divided by 100/3 that is equal to 100/3 ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 divided by 100/3 is equal to 10 into 3/100. 10 into 3/100. 10നെയും 100നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 100ൽ 10 ടൈംസ് പോകും. അപ്പൊ നമുക്ക് എത്ര ബാക്കിയുണ്ട്? 3/10. മിസ് അതിനൊരു ഡൗട്ട്. മിസ് അവിടെ ആൻസർ വന്നത് 3/10 ആണ്. പക്ഷെ ക്വസ്റ്റ്യനില് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അപ്പം അത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണ്ടേ? വേണ്ട, നമുക്ക് കിട്ടുന്ന ആൻസർ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ മാത്രമേ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുള്ളൂ. ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ കിട്ടിയിരിക്കുന്നത്? 3/10 എന്ന് പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? അതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ മാത്രം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ മാത്രം മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇതിന്റെ മനസ്സിലാവാൻ വേണ്ടി. തരട്ടെ? ഓക്കെ, ഫസ്റ്റ് വൺ. Nine divided by 36/50. ഒന്ന് ചെയ്ത് നോക്കിക്കോ, അത് ചെയ്തിട്ട് അടുത്തത് പറയാം. 9 divided by 36/50. ചെയ്ത് നോക്കാം. 9 divided by 36/50. അപ്പൊ 9 into 50/36. 9നെ 36ൽ ക്യാൻസൽ ചെയ്യാം, 4 എന്ന് കിട്ടും അല്ലേ? ഇനി 4നെയും 15നെയും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം ഇല്ലേ? 4ലും 2 പോവും, 50ലും 2 25 ടൈംസ് പോവും. is equal to 25/2. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? ഇതിനെ നമുക്ക് എന്താക്കാം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിവൈഡ് ചെയ്താൽ 12 1/2 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായേ? ഷോൺ പറഞ്ഞ ആൻസർ 50/4 കറക്റ്റ് തന്നെ. 50/4 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒന്നുകൂടി ഷോർട്ട് ആക്കി എഴുതാം. കാരണം നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നുണ്ട്, നമ്മൾ ഫ്രാക്ഷനിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ വേണം ആൻസർ എഴുതാൻ. അപ്പൊ ഈ 15നെയും 4നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 25/2 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 12 1/2 എന്ന് കിട്ടും. ഈ 12 1/2 കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 1. അപ്പൊ കിട്ടുന്ന കോഷ്യന്റ് ഹോൾ നമ്പർ ആയിട്ട് എഴുതും, റിമൈൻഡർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതും, ഡിനോമിനേറ്റർ അത് തന്നെ 12 1/2.
മനസ്സിലായല്ലോ? ഒന്നുകൂടി ചെയ്യാം അല്ലെ? ഓക്കെ, 10 മിനിറ്റ് കൂടി ഉണ്ട്, ഒന്നുകൂടി ചെയ്യാം. 8 divided by 24 by 27. Simple ആയിക്കോട്ടെ. 8 divided by 24 by 27. 27 by 3 എന്ന് ആൻമരിയക്ക് കിട്ടിയിട്ടുണ്ട്, നോക്കാം അല്ലെ? ഓക്കെ, 8 divided by 24 divided by 27. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 into 27 divided by 24. 8നെ 24 ഡിവൈഡ് ചെയ്യാം, 3 എന്ന് കിട്ടും. ആൻമരിയക്ക് ആൻസർ കറക്റ്റ് തന്നെ, 27 divided by 3. ഒന്നും കൂടി ചുരുക്കാം. 3നെ 27 കൊണ്ട് ആക്കാലോ? ക്യാൻസൽ ചെയ്യാം. അപ്പൊ 3നെ 27 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 9 കിട്ടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആൻസർ 9. എന്റെ ആൻസർ കറക്റ്റാ. കറക്റ്റ് ആണോ? ദിയൊക്കെ കിട്ടിയായിരുന്നോ? ഓക്കെ, സാരല്ല. അപ്പൊ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൻവറി ചെയ്ത് ശരി തന്നെ, മാർക്കൊക്കെ കിട്ടും എക്സാമിന്. എന്നാലും ഈ ഒരു രൂപത്തിൽ ഒന്നുകൂടി ക്യാൻസൽ ചെയ്ത് എഴുതിയാല് ഒന്നുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ്സിന്റെ ടൈം തീരാറായി. ഇന്നത്തെ ഹോംവർക്ക് വേണ്ടേ നിങ്ങൾക്ക്? ഹോംവർക്ക് വേണ്ടേ? പേജ് നമ്പർ 41. പേജ് നമ്പർ 41 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ട് എക്സൈസ് 2C അതില് 1 2 3 4 ആദ്യത്തെ 4 എണ്ണം. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എക്സൈസ് 2C രണ്ടാമത്തെ ക്വസ്റ്റ്യനില് 1 2 3 4. ഇപ്പൊ തന്നെ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, എന്താ മോളെ? സെക്കൻഡ് ബിറ്റ് ഇപ്പൊ ചെയ്ത പോലെ അല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ ചെയ്ത പോലെ തന്നെ ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.